ഗ്രാമപഞ്ചായത്തിൽ മാനസിക വെല്ലുവിളി നേരിടുന്നവർക്കായി പരിവാർ എന്ന സംഘടന പ്രവർത്തനം ആരംഭിച്ചു. അയ്യൻകുളങ്ങര ഭഗവതി ക്ഷേത്രത്തിലെ പൂരമഹോത്സവം സമാപിച്ചു. മേഖലയിലെ വിവിധ വിദ്യാലയങ്ങളിൽ ദേശീയ വിരവിമുക്ത ദിനം ആചരിച്ചു. ബദരി സെന്റ് മേരീസ് ഇംഗ്ലീഷ് മീഡിയം നഴ്സറി സ്കൂളിന്റെ വാർഷികാഘോഷം നടത്തി. വിഷ്ണുവിനെ ഒരു സാധനമായി സഹപാഠികൾ. കുന്നംകുളത്ത് കോൺഗ്രസ് ബൂത്ത് കമ്മിറ്റികൾ പിടിച്ചെടുക്കാൻ കോൺഗ്രസ് വിമത വിഭാഗത്തിന്റെ നീക്കം. വാർത്തകൾ വിശദമായി. കാട്ടകാമ്പൽ ഗ്രാമപഞ്ചായത്തിൽ മാനസിക വെല്ലുവിളി നേരിടുന്നവർക്കായി പരിവാർ എന്ന സംഘടന പ്രവർത്തനം ആരംഭിച്ചു. പരിവാർ എന്ന സംഘടനയുടെ നേതൃത്വത്തിൽ ഒരു രക്ഷാകർതൃ യോഗവും പുതിയ യൂണിറ്റിന്റെ ഉദ്ഘാടനവും 10 മണിക്ക് പഴഞ്ഞി മാർ ബസേലിയോസ് LP സ്കൂളിൽ നടന്നു. പരിവാർ സംഘടനയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഫ്രാൻസിസ്, ജില്ലാ കോർഡിനേറ്റർ സലീം എന്നിവർ ക്ലാസ് നടത്തി. വാർഡ് മെമ്പർമാരായ അർജുനൻ, MS മണികണ്ഠൻ, സുലേഖ, TS മണികണ്ഠൻ, പത്മിനി ശശീന്ദ്രൻ എന്നിവർ ആശംസകൾ നേർന്നു. ചൊവ്വന്നൂർ BRCയിലെ BPO ജോൺ B പുലിക്കോട്ടിൽ, റിസോർട്ട് അധ്യാപികമാരായ ഗിരിജ, വിൻസി എന്നിവരും പങ്കെടുത്തു. പുതിയതായ കമ്മിറ്റിയിൽ പ്രസിഡന്റ് ലിജി ജോൺസൺ, വൈസ് പ്രസിഡന്റ് കറിയാച്ചൻ, നിഷ ഷാജു, സെക്രട്ടറിയായി KT ഷാജു, സുജ ബിജു, ജോയിന്റ് സെക്രട്ടറിയായി സാലി ഗോഡ്സൺ, സീന ബാബു, സുജാത, ട്രഷററായി സാഹിന ഹൈദർ എന്നിവരെയും തിരഞ്ഞെടുത്തു. പങ്കെടുക്കാനെത്തിയ എല്ലാവർക്കും സ്വാഗതം പറയുക എന്നാണ് നിങ്ങളുടെ സമ്മതത്തോടുകൂടി ഞാൻ നടത്തിയിട്ട് ആദ്യമായി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള അർജുൻ സാറിനെ ഞാൻ ഈ പേരിലേക്ക് എല്ലാവരുടെ പേരിലും സ്വാഗതം പിന്നെ 1ാം വാർഡ് മെമ്പറായ സാറിനെയും ഞാൻ ഇതിലേക്ക് സ്വാഗതം. 6ാം വാർഡ് മെമ്പറായ സുരേഖ നേതൃത്വത്തിലും ഞാൻ ഇതിലേക്ക് സ്വാഗതം. ഇതിനെല്ലാം പുറമെ നമ്മളുടെ ഇന്നത്തെ സംഘടനയെക്കുറിച്ചും അതുപോലെ പ്രവർത്തനങ്ങളെക്കുറിച്ചും നമ്മുടെ എല്ലാം സംശയങ്ങളും നമുക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങളെക്കുറിച്ചെല്ലാം നമുക്ക് പറയാൻ പറ്റിയ ഹിതയിലെ ഫാക്കൽറ്റിയായ ഫ്രാൻസിസ് ഏട്ടനെ അവിടെ പരിവാർ സംഘടനയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്. നടുവിലുള്ള മകള് നോർമലാണ്. ഇപ്പോൾ MSc കഴിഞ്ഞ് PG ഇവിടെ സ്കൂളിൽ BEd വെച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ എൻ്റെ വിശേഷം. ഞാൻ ഈ മേഖലയെ പറ്റി വലിയ അറിവൊന്നുമില്ല. ഞാൻ ഒരു കാലത്ത് സംശയിച്ചു, എന്ത് ശാപം കൊണ്ടാണോ എനിക്ക് ഈ മക്കളുണ്ടായത്, എൻ്റെ പൂർവികരുടെ വരെ തെറ്റായിട്ടുള്ള ഒരു നയം കൊണ്ടാണോ ഉണ്ടായത്, അങ്ങനെ ഒരു പാരമ്പര്യമാണ്. അങ്ങനെ തെറ്റായിട്ടുള്ള ചില ചിന്തകൾ നമ്മുടെ സമൂഹത്തിൽ നമുക്ക് കിട്ടാറില്ല ഇല്ലേ? നമുക്കുണ്ടായിട്ടുള്ള അനുഭവങ്ങൾ. അതുപോലെ തന്നെ നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന വിഷമം, എത്ര ഉന്നത ബിരുദുണ്ടെങ്കിലും എത്ര കുലീനമായിട്ടുള്ളൊരു കുടുംബ പേര് നമുക്കുണ്ടെങ്കിലും ശരി, ഒരു ഭിന്നശേഷിയുള്ള ആൾക്കാരെ നമ്മുടെ നാട്ടിൽ നിന്ന് സംബോധന ചെയ്യുക കാലിന് സോലിയാതാണ് എന്ന് പറയുന്നത് മടിക്കേണ്ട പറഞ്ഞോളെ. അയ്യൻകുളങ്ങര ഭഗവതി ക്ഷേത്രത്തിലെ പൂരമഹോത്സവം സമാപിച്ചു. അയ്യൻകുളങ്ങര ഭഗവതി ക്ഷേത്രത്തിലെ പൂരമഹോത്സവം സമാപിച്ചു. ചൂണ്ടൽ, പുതുശ്ശേരി അയ്യൻകുളങ്ങര ഭഗവതി ക്ഷേത്രത്തിലെ പൂരമഹോത്സവം വർണ്ണാഭമായി. രാവിലെ വിശേഷാൽ പൂജകൾക്ക് ശേഷം ദേവസ്വം പൂരം എഴുന്നള്ളിച്ചതോടെ മറ്റ് പ്രാദേശിക പൂരാഘോഷ കമ്മിറ്റികളും എഴുന്നള്ളിപ്പുകൾ ആരംഭിച്ചു. ഏകദേശം 30ഓളം ആനകൾ ഉണ്ടായിരുന്നു. ഉച്ചതിരിഞ്ഞ് 5:30 കൂട്ടി എഴുന്നള്ളിപ്പ് നടന്നു. തുടർന്ന് കാളി, മറ്റു പ്രാചീന കലാരൂപങ്ങൾ എന്നിവയും ക്ഷേത്രത്തിലെത്തി. മേഖലയിലെ വിവിധ വിദ്യാലയങ്ങളിൽ ദേശീയ വിരവിമുക്ത ദിനം ആചരിച്ചു.
ചൂണ്ടൽ ഗ്രാമപഞ്ചായത്തും പ്രാഥമികാരോഗ്യ കേന്ദ്രവും സംയുക്തമായി ദേശീയ വിരവിമുക്ത ദിനം ആചരിച്ചു. ചൂണ്ടൽ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിന്റെ 4600 കുട്ടികൾക്ക് ആൽബെൻഡസോൾ ഗുളികകൾ വിതരണം ചെയ്തു. കേച്ചേരി ഗവൺമെന്റ് LP സ്കൂളിൽ പഞ്ചായത്ത് പ്രസിഡന്റ് KS കരീം ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഇക്ബാൽ അധ്യക്ഷനായിരുന്നു. മെഡിക്കൽ ഓഫീസർ ഡോക്ടർ TK സുബിൻ, വാർഡ് മെമ്പർമാരായ ജമാൽ, സുമോദ്, ഹെൽത്ത് ഇൻസ്പെക്ടർ P ശോഭന, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ജിഞ്ചു ജേക്കബ്, KG ഗംഗാദേവി, ബാബുരാജ്, പ്രിൻസി എന്നിവർ പ്രസംഗിച്ചു. ഗുളിക കുടിക്കാൻ വിട്ടുപോയവർക്ക് ഈ മാസം 15-ന് വിദ്യാലയങ്ങളിൽ വീണ്ടും ഗുളികകൾ വിതരണം ചെയ്യുമെന്ന് ആരോഗ്യ വിഭാഗം അധികൃതർ അറിയിച്ചു. ബദനി സെന്റ് മേരീസ് ഇംഗ്ലീഷ് മീഡിയം നഴ്സറി സ്കൂളിന്റെ വാർഷികാഘോഷം നടത്തി. ബദനി സെന്റ് മേരീസ് ഇംഗ്ലീഷ് മീഡിയം നഴ്സറി സ്കൂളിന്റെ വാർഷിക ദിനാഘോഷം ബദനി സെന്റ് ജോൺസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു. ഫാദർ സ്റ്റീഫൻ അധ്യക്ഷത വഹിച്ചു. പഠനത്തിലും കലാകായിക മത്സരങ്ങളിലും വിജയികളായവർക്കുള്ള സമ്മാനങ്ങൾ ചടങ്ങിൽ വിതരണം ചെയ്തു. തുടർന്ന് വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു. എടുത്തു പറയേണ്ട കാരണമാണ്. കാരണം എല്ലാ വിദ്യാലയങ്ങളിലും വിദ്യാഭ്യാസം നടക്കുന്നുണ്ടെങ്കിലും മൂല്യാധിഷ്ഠിതമായ വിദ്യാഭ്യാസം എത്രത്തോളം നടക്കുന്നു എന്നുള്ളത് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ ഉദ്ഘാടകർ വളരെ വിശദമായി സ്വന്തം അനുഭവത്തിൽ നവീനിന്റെ വളർച്ചയെക്കുറിച്ച് അവർ വിശദമായി സംസാരിച്ചു. ഏതൊരു അമ്മമാർക്കും രക്ഷകർത്താക്കൾക്കും അത് മനസ്സിൽ തട്ടിക്കാണെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. 14 വർഷക്കാലം മക്കളില്ലാതെ വേദനിച്ചു വരുന്ന ദമ്പതികൾക്ക് ദൈവത്തിന്റെ ദാനമായി കിട്ടിയ ആ സ്വത്ത് അത് പൊട്ടൻ മകൻ അല്ലെങ്കിൽ പൊട്ടൻ കുഞ്ഞ് എന്ന് ഞാൻ വിശേഷിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഒരിക്കലും അങ്ങനെ പറയരുത് എന്നാണ് എൻ്റെ അഭിപ്രായം. അവർ സത്യങ്ങളാണ്, സ്വത്തുക്കളാണ് നമുക്ക് കിട്ടിയ ഓരോ മക്കളും. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. ടെൻഷൻ ഉണ്ടെങ്കിലും ശരി, മൈൻഡ് റിലാക്സ് ആയിരിക്കുന്നതിന് ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നത് റോജാപ്പാക്ക് മാത്രമാണ്. റോജാപ്പാക്കിന്റെ മണവും രുചിയും നമ്മൾ എവിടെയായിരുന്നാലും മാടി വിളിക്കുമെന്നേ. ചേട്ടാ, റോജാപ്പാക്ക് ശരിക്കും അടിപൊളി തന്നെ. എല്ലാവർക്കും ഇഷ്ടം റോജാപ്പാക്ക്. സൂപ്പറാണ് കേട്ടോ. റോജ ഏജൻസീസ് കുന്നംകുളം, ഞങ്ങളുടെ സഹോദര സ്ഥാപനം കവിത ബുക്ക് ഇൻഡസ്ട്രീസ് കാഞ്ഞിരമുക്ക്. 4C കളക്ഷൻസ് നിയർ MAB സൂപ്പർ മാർക്കറ്റ്, പഴഞ്ഞി റോഡ്, ജെറുസലേം. വസ്ത്രങ്ങൾ ഇനി നിങ്ങൾക്കും ഹോൾസെയിൽ വിലയിൽ. മാറിവരുന്ന ഫാഷൻ സങ്കല്പങ്ങൾക്ക് യാഥാർത്ഥ്യമേകുവാൻ, യഥാർത്ഥ വിലക്കുറവിൽ യഥേഷ്ടം തിരഞ്ഞെടുക്കുവാൻ ആധുനിക രീതിയിൽ നിങ്ങൾക്ക് വേണ്ടി സജ്ജമാക്കിയിരിക്കുന്നു. ചുരിദാറുകൾ, ചുരിദാർ മെറ്റീരിയലുകൾ, സാരികൾ, പർദ്ദകൾ, ടോപ്പുകൾ, ട്രെൻഡ് വെയറുകൾ തുടങ്ങി സ്ത്രീകൾക്കാവശ്യമായ ഏറ്റവും പുതിയ ഫാഷൻ വസ്ത്രങ്ങൾ, കിഡ്സ് ആൻഡ് ന്യൂ ബോൺ, ബേബി കളക്ഷനുകൾ, ഫാൻസി ഫുട്വെയർ ആൻഡ് ബാഗുകൾ, കൂടാതെ ഇഷ്ടാനുസരണം വസ്ത്രങ്ങൾ ഒരുക്കിയെടുക്കുവാൻ ലേഡീസ് ആൻഡ് ജെന്റ്സ് സ്റ്റിച്ചിങ് സൗകര്യവും. 4C കളക്ഷൻസ് നിയർ MAB സൂപ്പർ മാർക്കറ്റ്, പഴഞ്ഞി റോഡ്, ജെറുസലേം. വാർത്തകൾ തുടരുന്നു. വിഷ്ണുവിനെ ഒരു സാധനമായി സഹപാഠികൾ. സ്മരണകളും കഥകളും ഓർത്തെടുത്ത് പങ്കുവെച്ച് പിരിയാനല്ല അവർ ഒത്തുകൂടിയത്. സഹപാഠിയുടെ വിധിക്ക് മുന്നിൽ സഹായഹസ്തവുമായാണ് അവർ പിരിഞ്ഞത്. ഇനി വിഷ്ണുവിന്റെ ജീവിതം അവരുടെയും കൂടി ജീവിതമാണ്. 2014 ഡിസംബർ 3-നാണ് വിഷ്ണുവിനെ ദുരന്തം പിടികൂടിയത്. കിഴൂർ പൂരത്തിന്റെ തലേനാൾ ഗാനമേള കഴിഞ്ഞ് സുഹൃത്തിനോടൊപ്പം
ബൈക്കിൽ മടങ്ങുമ്പോഴായിരുന്നു +1 വിദ്യാർത്ഥിയായ പഴുന്നാന കൊട്ടിലിങ്ങൽ കുമാരന്റെ മകൻ വിഷ്ണുവിന്റെ ജീവിതം മാറ്റിമറിച്ച ദുരന്തമുണ്ടായത്. ബൈക്ക് അപകടത്തെ തുടർന്ന് ശരീരം പൂർണ്ണമായും തളർന്ന് വിട്ടുമാറാത്ത രോഗം പിടിപെട്ട് വിഷ്ണു കിടപ്പിലാണ്. 2 വർഷമായി അമ്മ പ്രീതിയുടെയും സഹോദരിമാരും വിദ്യാർത്ഥിനികളുമായ വിസ്മയ, വിദ്യ എന്നിവരുടെയും സ്നേഹപരിപാലനമായ ശുശ്രൂഷയിലാണ് വിഷ്ണു കഴിയുന്നത്. ചെമ്മണ്ണൂർ അപ്പുണ്ണി മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ +1 പഠിക്കുമ്പോഴായിരുന്നു അപകടം. വിഷ്ണുവിന്റെ ചികിത്സയ്ക്ക് വേണ്ടി നിർധനരായ ഈ കുടുംബത്തിന്റെ സമ്പത്ത് മുഴുവൻ ചെലവഴിച്ചു കഴിഞ്ഞു. ഓടിട്ട ചെറിയ വീട്ടിൽ കഴിയുന്ന വിഷ്ണുവിന്റെ കുടുംബത്തിന് കാര്യമായ വരുമാന മാർഗങ്ങൾ ഒന്നും തന്നെയില്ല. വിഷ്ണു പഠിച്ച വിദ്യാലയങ്ങളിൽ നിന്നും ഉദാരമതികളായ വ്യക്തികളും സംഘടനകളും നൽകിയ സാമ്പത്തിക സഹായം കൊണ്ടുമാണ് ഈ കുടുംബം പിടിച്ചു നിൽക്കുന്നത്. ഈ അവസരത്തിലാണ് വിഷ്ണുവിന്റെ അവസ്ഥ മനസ്സിലാക്കിയ മരത്തങ്കോട് ഹൈസ്കൂളിലും ചെമ്മണ്ണൂർ ഹയർ സെക്കൻഡറി സ്കൂളിലും പഠിച്ചിരുന്ന പഴയകാല സഹപാഠികൾ വിഷ്ണുവിനെ സഹായിക്കാൻ വേണ്ടി ഒത്തുകൂടിയത്. നമ്മുടെ എല്ലാം കൂടെ ഉണ്ടാവേണ്ട വിഷ്ണുവിന് സംഭവിച്ചത് നമ്മൾക്കും എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാവുന്ന ഒരു അപകടം മാത്രമാണ്. വിഷ്ണുവിനെയും കുടുംബത്തെയും സഹായിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയും ഉത്തരവാദിത്വവുമാണെന്ന തിരിച്ചറിവാണ് സഹപാഠികളുടെ കൂടിച്ചേരലിന് ഇടയായത്. ബദനി സെന്റ് ജോൺസ് ഇംഗ്ലീഷ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന കൂട്ടായ്മയിൽ വിഷ്ണുവിന്റെ സഹപാഠികളായ 70ഓളം വിദ്യാർത്ഥികൾ പങ്കെടുത്തു. ആൺകുട്ടികളും പെൺകുട്ടികളും അടങ്ങുന്ന ഈ കൂട്ടായ്മ മാസം തോറും 5000 രൂപ വിഷ്ണുവിന്റെ അമ്മയുടെ ബാങ്ക് അക്കൗണ്ടിൽ നിക്ഷേപിക്കും. ഷെയർ ആൻഡ് കെയർ ചാരിറ്റബിൾ സൊസൈറ്റി പ്രസിഡന്റ് ലബീബ് ഹസന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ KC അനൂജ്, CF ബെന്നി, C ഗിരീഷ് കുമാർ, സഹപാഠികളായ മുഹമ്മദ് ഷെരീഫ്, PV അക്ഷയ, PR അഖിൽ, ഫായിസ് മുഹമ്മദ് കാസ്മ, VH ജുസൈർ, M വിനീത, KS അരുൺ, KM ആദർശ്, KS ആകാശ് എന്നിവർ സംസാരിച്ചു. യോഗത്തിന് ശേഷം സഹപാഠികൾ വീട്ടിലെത്തി വിഷ്ണുവിനെ സന്ദർശിച്ചു. കുന്നംകുളത്ത് കോൺഗ്രസ് ബൂത്ത് കമ്മിറ്റികൾ പിടിച്ചെടുക്കാൻ കോൺഗ്രസ് വിമത വിഭാഗത്തിന്റെ നീക്കം. കോൺഗ്രസിന്റെ നഗരസഭാ പ്രദേശത്തെ ബൂത്ത് കമ്മിറ്റികൾ പിടിച്ചെടുക്കാൻ വിമത വിഭാഗത്തിന്റെ രഹസ്യ നീക്കം. മുൻ ചെയർമാൻ CV ബേബിയുടെ നേതൃത്വത്തിൽ നഗരസഭയിലെ വിമത വിഭാഗം കൗൺസിലർമാരെ കൊണ്ടാണ് ഇതിനായുള്ള രഹസ്യ നീക്കം ആരംഭിച്ചിട്ടുള്ളത്. ഷാജി ആലിക്കൽ, KK ആനന്ദൻ, സുമ ഗംഗാധരൻ, നിഷ ജയേഷ്, ഇന്ദിര ശശികുമാർ എന്നിവരാണ് ഇപ്പോൾ കോൺഗ്രസ് വിമത വിഭാഗം കൗൺസിലർമാരായി രംഗത്തുള്ളത്. മുമ്പ് ഇവരോടൊപ്പം നിലയുറപ്പിച്ച ബീന ലിബിനെയും മിഷ സെബാസിനും ഇപ്പോൾ വിമതരോടൊപ്പമില്ല. വിമത കൗൺസിലർമാരെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരുന്നു. എന്നാൽ DCC മെമ്പറായ CV ബേബിക്കെതിരെ പാർട്ടി നേതൃത്വം യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. ഈ ഔദാര്യം മുതലെടുത്തുകൊണ്ട് CV ബേബിയെ മുമ്പിൽ നിർത്തിയാണ് വിമത വിഭാഗം ബൂത്ത് കമ്മിറ്റികൾ പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്നത്. തങ്ങൾക്ക് അനുകൂലമായവരെ ബൂത്ത് കമ്മിറ്റി പ്രസിഡന്റാക്കി മത്സരിക്കാനാണ് വിമത വിഭാഗത്തിന്റെ ശ്രമം. കമ്മിറ്റികൾ പിടിച്ചെടുക്കാൻ കഴിയാത്ത സ്ഥലങ്ങളിൽ സമാന്തര സംഘടനാ പ്രവർത്തനം നടത്തുവാനാണ് വിമത വിഭാഗത്തിന്റെ നീക്കം. നഗരസഭാ പ്രദേശങ്ങൾ ഉൾപ്പെടുന്ന കുന്നംകുളം, ആർത്താറ്റ് മണ്ഡലം കമ്മിറ്റികളിലെ ബൂത്തുകളിലാണ് വിമത വിഭാഗത്തിന്റെ ശക്തമായ സ്വാധീനമുള്ളത്. വിപണി അടയ്ക്ക പഴയത് 4300 രൂപ മുതൽ 4881 രൂപ വരെ, പുതിയത് 4200 രൂപ മുതൽ 4530 രൂപ വരെ, രണ്ടാം തരം 2300 രൂപ മുതൽ 3300 രൂപ വരെ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാട്ടകാമൽ ഗ്രാമപഞ്ചായത്തിൽ മാനസിക വെല്ലുവിളി നേരിടുന്നവർക്കായി പരിവാർ എന്ന സംഘടന പ്രവർത്തനം ആരംഭിച്ചു. അയ്യൻകുളങ്ങര ഭഗവതി ക്ഷേത്രത്തിലെ പൂരമഹോത്സവം സമാപിച്ചു. മേഖലയിലെ വിവിധ വിദ്യാലയങ്ങളിൽ ദേശീയ വിരവിമുക്ത ദിനം ആചരിച്ചു. ബദനി സെന്റ് മേരീസ് ഇംഗ്ലീഷ് മീഡിയം നഴ്സറി സ്കൂളിന്റെ വാർഷികാഘോഷം നടത്തി. വിഷ്ണുവിനെ ഒരു സാധനമായി സഹപാഠികൾ. കുന്നംകുളത്ത് കോൺഗ്രസ് ബൂത്ത് കമ്മിറ്റികൾ പിടിച്ചെടുക്കാൻ കോൺഗ്രസ് വിമത വിഭാഗത്തിന്റെ നീക്കം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നന്ദി.
Jungle.